ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഞാനും അപ്പാടിയും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പം തലശ്ശേരിയിലെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാൻ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് കണ്ണൂക്കര എത്തിയപ്പോഴത്തേക്കും പേഷ്യൻ്റ് വിളിച്ചിട്ട് തിരികെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് 6:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ ഇറങ്ങും. 6:35 കഴിഞ്ഞു. അപ്പോൾ നമ്മൾ തലശ്ശേരിയിലെ ഈ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എപ്പോഴാണ് എത്തുകയെന്നറിയില്ല, നല്ല ഇരുട്ടാവും എന്തായാലും. അപ്പോൾ എനിവേസ് അമ്പാടി ഇതാ വണ്ടിയിൽ നിന്ന് കുറുമ്പ് കളിക്കുകയാണ്. വീട്ടിൻ്റെ ഫ്രണ്ടിലാണുള്ളത് കേട്ടോ നമ്മൾ. അപ്പോൾ അങ്ങനെയൊക്കെയാണുള്ളത്. നമ്മളിതാ ഇപ്പോൾ ഇറങ്ങും. എന്നിട്ട് നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു. അങ്ങനെ ഒരു 6:40 കഴിയുമ്പോഴത്തേക്കും വീണ്ടും നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ കുറേ നാളായി ഇങ്ങനെ ക്ഷേത്ര ദർശനമൊക്കെ നടത്തിയിട്ട് കേട്ടോ. ഇപ്പം ഹോസ്പിറ്റലും ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് റെഗുലറായിട്ട് വീഡിയോസ് എടുക്കാനും അപ്ലോഡ് ചെയ്യാനൊന്നും സാധിക്കുന്നില്ല. പിന്നെ എൻ്റെ മാക്സിമം ഞാൻ ഇപ്പോൾ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ ഇപ്പോൾ കുറേ നാളായി അമ്പലത്തിലൊക്കെ ഇങ്ങനെ പോകണമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഓരോ കാര്യങ്ങളും ഡ്യൂട്ടി ഷിഫ്റ്റും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ മാറ്റി ഇങ്ങനെ ഓരോ ദിവസങ്ങളിങ്ങനെ പോവായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പോകണമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നാണ് ഒത്തു കിട്ടിയ സമയം കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഇറങ്ങിയിട്ടുണ്ട്. ഇതിന് മുൻപും 1-2 തവണ നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. ഒരു സമയം നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് വേണമെങ്കിൽ മുകളിലേക്ക് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാനെന്തോ പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്പാടി കുറേ സമയം അവിടുന്ന് ബഹളം വെക്കും, ഒച്ചപ്പാടും ഒക്കെ ആയിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മടിയിൽ വന്നിരുന്നു. പിന്നെ സീറ്റ് ബെൽറ്റ് ഇട്ടപ്പോഴത്തേക്കും അത് അയക്കാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇടാൻ പറഞ്ഞു. ഇതൊക്കെയായിരുന്നു അവൻ്റെ കളികൾ കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് എന്താ പറയുക, നമ്മൾ സന്ധ്യാസമയം ആ സമയത്താണെങ്കിൽ നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ ഏക ആശ്വാസം എന്ന് പറയുന്നത് തലശ്ശേരി മാഹി ബൈപ്പാസ് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ എത്തിച്ചേർന്നായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 7 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ ക്ഷേത്രത്തിൽ എത്തിക്കാണും. അത്രയും പെട്ടെന്ന് എത്തിയില്ല. അല്ലെങ്കിൽ വളഞ്ഞു തിരിഞ്ഞ് ഇത് എപ്പോഴാണ് എത്തുകയെന്നായിരുന്നു എൻ്റെ മനസ്സിൽ കേട്ടോ. കാരണം ആദ്യമൊന്നും എനിക്ക് ഈ ബൈപ്പാസിൻ്റെ കാര്യം ഓർമ്മയുണ്ടായിരുന്നില്ല. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ എത്തിയപ്പോഴാണ് ഓർമ്മ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ എത്തിച്ചേർന്നായിരുന്നു. പിന്നെ ആണെങ്കിൽ തലശ്ശേരി ഭാഗത്തോട്ടൊക്കെ പോകുമ്പോഴാണെങ്കിൽ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കോളേജൊക്കെ അവിടെ ആയത് കാരണം അവിടെ എന്താ പറയുക, കോളേജും ഹോസ്റ്റലും പിന്നെ ഫ്രണ്ട്സും ഒക്കെ ആലോചിക്കുമ്പോൾ ഒരുപാട് ഓർമ്മിക്കാനുണ്ടാവും കേട്ടോ. അങ്ങനെ അതൊക്കെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എന്നും യാത്ര ചെയ്യുന്നത് ഇങ്ങോട്ട് തലശ്ശേരി ഭാഗങ്ങളിലോട്ട് വരുമ്പോഴത്തേക്കും കേട്ടോ. വീട്ടിൽ ചുമ്മാ ചത്തുകുത്തിരിക്കുന്ന സമയത്താണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ഷേത്ര ദർശനവും അതേപോലെ അങ്ങനെയൊക്കെ പോവായിരുന്നു കേട്ടോ. ഇതിപ്പം വളരെ കുറവാണ്. വല്ലപ്പോഴും ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഓഫ് കിട്ടും. അന്ന് പിന്നെ വീട്ടിലിരിക്കാനോ അല്ലെങ്കിൽ വേറെ എവിടെയും ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനോ എവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഓരോ ദിവസങ്ങൾ അങ്ങ് കടന്നു പോകാനാണ്. ഇപ്പം ഇന്നിപ്പോൾ ഞാൻ എന്താ പറയുക, കുറേ ദിവസം ഇങ്ങനെ പോകണം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇന്നിപ്പോൾ തുനിഞ്ഞിറങ്ങിയോണ്ട് നമ്മളിത് ക്ഷേത്രത്തിൽ എത്താനും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ബൈപ്പാസ് വഴി നമ്മൾ അവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, ഒരു പോക്കറ്റ് റോഡ് എന്ന പോലെ നമ്മളിത് തലശ്ശേരിയിലോട്ട് പോവാണ്. തലശ്ശേരി ഇരിട്ടി ഭാഗം നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ നമുക്ക് ഇനി ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട്, വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തവണ നമ്മൾ നേരെ ക്ഷേത്രത്തിൻ്റെ ആ ഒരു കവാടത്തിൻ്റെ ഫ്രണ്ടിലൂടെ അങ്ങ് കയറുമായിരുന്നു. നേരെ പാർക്കിങ്ങിലോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വ്ളോഗിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. നമ്മൾ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ നേരെ ഫ്രണ്ടിലൂടെ പോയിട്ട് ക്ഷേത്രക്കുളമൊക്കെ ആസ്വദിച്ചുകൊണ്ടാണ് പോയിട്ടുള്ളത്. ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. നല്ല അടിപൊളി എന്താ പറയുക ക്ഷേത്രക്കുളമാണ്. അത് ഇത്രയും ഭംഗിയുള്ളതാണ് കേട്ടോ. മുൻപത്തെ എൻ്റെ വ്ളോഗ് കണ്ടവർക്കറിയാമില്ലേ, ഞാൻ ജസ്റ്റ് ഒന്ന് ടാഗ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളിത് ഇന്നിപ്പം പുറകിലൂടെയാണെന്ന് തോന്നുന്നു. എനിവേസ് നമ്മളിത് പാർക്കിങ്ങിലേക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ വലിയ തിരക്കെന്ന് പറയാനില്ല, ഒരുപാട് വലിയ ക്ഷേത്രമാണ്, എന്നാൽ പോലും വലിയ തിരക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളിത് പാർക്കിങ്ങിലോട്ട് എത്തി വണ്ടിയൊക്കെ സൈഡാക്കിയിട്ട് ഇനി അമ്പാടിനെ എടുത്തിട്ട് അങ്ങ് ഇറങ്ങാമെന്ന് കരുതി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ക്ഷേത്രത്തിൽ എത്തുമ്പോഴത്തേക്കും അമ്പാടി നൈസായിട്ട് ഉറങ്ങുമായിരുന്നു. കാരണം വീട്ടിൽ നിന്ന് അങ്ങനെയും കളിച്ച് തിമിർത്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല ടയേർഡായിരുന്നു അവൻ. അങ്ങനെ പിന്നെ വിളിച്ചുണർത്താനൊന്നും നിന്നില്ല, ജസ്റ്റ് അവൻ അങ്ങനെ കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും അജേട്ടനും തൊഴാൻ പോവാണ്. ശരിക്കും പറഞ്ഞാൽ ക്ഷേത്രത്തിനകത്ത് ഫോട്ടോസും വീഡിയോസും ഒക്കെ റെസ്ട്രിക്റ്റഡ് ആണ് കേട്ടോ. ഒരു പരിധിവരെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ശ്രീകോവിലിനകത്ത് കയറി തൊഴുതു, പ്രസാദമൊക്കെ മേടിച്ചു. അങ്ങനെ ക്ഷേത്ര പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്പാടിനെ ആണെങ്കിൽ എഴുന്നേൽപ്പിക്കാൻ നിന്നില്ല, കാരണം ഭയങ്കര ടയേർഡായിരുന്നു അവൻ. പിന്നെ ആണെങ്കിൽ എഴുന്നേൽപ്പിച്ച് ഒച്ചയും ബഹളവും കരച്ചിലും ബീച്ചിലും ഒക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് കയറി. നല്ല കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. ഭയങ്കര പീസ്ഫുൾ മൈൻഡായിരിക്കും കേട്ടോ.
ഈ ഒരു ക്ഷേത്രത്തിലെ ഐതിഹ്യവും കാര്യങ്ങളൊക്കെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ക്ഷേത്ര പ്രദക്ഷിണമൊക്കെ ചെയ്തു. പിന്നെ ആണെങ്കിൽ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തോട്ട് അങ്ങോട്ടേക്കാണ് ശരിക്കും പറഞ്ഞ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ് വരുന്നത് കേട്ടോ. അവിടെയാണ് കുളമൊക്കെ വരുന്നത്. പിന്നെ രാത്രി ഇരുട്ടായത് കാരണം നമ്മൾ അങ്ങോട്ടൊന്നും പോകാൻ നിന്നില്ല. ഇനിയിപ്പം ഡേ ടൈം അല്ലെങ്കിൽ രാവിലെ ഒക്കെ വരുന്ന ദിവസങ്ങളിൽ സമയങ്ങളിൽ എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ. ഇന്നിപ്പം ഇരുട്ടായിട്ട് നമ്മൾ ആ ഭാഗത്തോട്ടൊക്കെ പോയാൽ ശരിയാവത്തില്ല. അങ്ങനെ നമ്മൾ ശ്രീരാമസ്വാമിയെ തൊഴുത് അതിനുശേഷം നമ്മൾ കിഴക്കേടം ശിവക്ഷേത്രമുണ്ട്, വടക്കേടം ശിവക്ഷേത്രമുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു ചെറിയൊരു എക്സിറ്റ് വഴി ഇറങ്ങിയാൽ നേരെ ശിവക്ഷേത്രമാണ് വരുന്നത്. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കേട്ടോ കിഴക്കേടം വടക്കേടം ശിവക്ഷേത്രമാണ്. ആ 2 ക്ഷേത്രങ്ങളിലും പോയി ശിവ ഭഗവാനെ തൊഴുതു. അതിനുശേഷം പ്രസാദമൊക്കെ മേടിച്ചു കേട്ടോ. നല്ല എന്താ പറയുക നമുക്ക് മനസ്സൊക്കെ ഇങ്ങനെ എന്താ പറയുക ഒരു ഭയങ്കര തണുത്ത ആ ഒരു ഫീലായിരിക്കും കേട്ടോ. അത്രയും നല്ല പീസ്ഫുൾ മൈൻഡായിരിക്കും. അങ്ങനെ രാത്രി നമ്മൾ ഇവിടെ 2 ക്ഷേത്രങ്ങളിലും തൊഴുതു, പ്രസാദമൊക്കെ മേടിച്ചു. അതിനുശേഷം എന്താ ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങുവാണ് കേട്ടോ. അപ്പം നമ്മുടെ തലശ്ശേരിയിലുള്ള തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നമ്മളിതാ തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അജേട്ടൻ എന്താ വണ്ടി എടുക്കാനൊക്കെ പോവാണ് കേട്ടോ. ഒരുപാട് സന്തോഷമായി. കാരണം കുറേ നാളായി ഇങ്ങനെ ക്ഷേത്രങ്ങളിലൊന്നും പോകാണ്ട് ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു വലിയ അമ്പലം തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ പോയത്. പിന്നെ നമുക്ക് ആ ഒരു അതിൻ്റെ ഒരു മനോഹാരിത നമ്മൾ ഈ രാത്രി ഇരുട്ടായ പിന്നെ എനിക്ക് കാണിക്കാനും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ. പിന്നെ ക്ഷേത്രത്തിൻ്റെ ആ ഒരു കുളം എടുത്ത് പറയേണ്ടതാണ്. ഒരുപാട് ഭംഗിയുള്ളതാണ്. നിങ്ങൾ ഗൂഗിൾ ചെയ്തൊക്കെ കാണാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഒരുപാട് ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുന്ന വഴിക്കാണെങ്കിൽ നമ്മൾ അച്ചുവിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, അജിത്തേൻ്റെ സിസ്റ്റർ വീട്ടിൽ കേട്ടോ. അപ്പോൾ അവളെ വീട്ടിൽ പോയി അവൾക്ക് മാങ്ങയൊക്കെ കൊടുക്കണമായിരുന്നു. കാരണം നമ്മളെ പറമ്പത്തെ വീട്ടിൽ കുറേ മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്, മുത്തത്തെ പുളിയമ്മാവിന്ന് കേട്ടോ. അങ്ങനെ എല്ലാം മൂത്തിട്ടൊന്നുമില്ല, അപ്പോൾ മൂത്തതൊക്കെ കുറച്ച് പറിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾക്ക് അത് കൊടുക്കാൻ വേണ്ടി പോയി. പിന്നെ ഹെസ്മോളൊക്കെ കണ്ടു, ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് സമയം അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ വരുന്ന വഴിക്ക് പിന്നെ ഒത്തിരി ലേറ്റായ പിന്നെ ഫുഡ് നമുക്ക് പുറത്തുനിന്ന് എവിടെ നിന്ന് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ നേരെ നമ്മളെ പാർക്ക് ഹോസ്പിറ്റലിൻ്റെ അവിടെയുള്ള ബിരിയാണി പീടികയിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സീറ്റ് അവിടെ ബുക്ക്ഡ് ആയിരുന്നു കേട്ടോ. കുറച്ച് സമയം അവിടെ ഇരിക്കേണ്ടി വന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അവിടെ സീറ്റ് കയറി ഇരുന്നു ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്പാടി കറക്റ്റ് നമ്മൾ ഹെസമോളെ അടുത്ത് എത്തിയ പിന്നെ ഉറക്കമൊക്കെ തെളിഞ്ഞു കേട്ടോ. അവിടെ എത്തി കുറച്ച് സമയം വണ്ടിയൊക്കെ ഓടിച്ചു, അവളുടെ അടുത്ത് കുറച്ച് കളിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് നേരെ ഇവിടെ എത്തിയപ്പോൾ നല്ല ഫുൾ ആക്റ്റീവായി, ഉറക്കമൊക്കെ തെളിഞ്ഞു, നല്ല പോലെ ഉറക്ക ക്ഷീണവും മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആജേട്ടൻ്റെ ഫോൺ വാങ്ങിയിട്ട് അവിടെ നിന്ന് എന്തൊക്കെയോ കാർട്ടൂണല്ല ഇപ്പം ഗെയിം അഡിക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. 1-2 ദിവസമായി എന്തൊക്കെയോ ഗെയിമൊക്കെ നോക്കി പഠിച്ചിട്ട് പിന്നെ അതിനെക്കൊണ്ട് കളിയായിരുന്നു. അതിനിപ്പം അത് ഡിലീറ്റ് ചെയ്താലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ. കാരണം അത് അഡിക്റ്റഡ് ആയാൽ ശരിയാവത്തില്ല. പിന്നെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് വേണ്ടി വരും. അപ്പോൾ മാക്സിമം ഞാനിപ്പോൾ കൊടുക്കാറില്ല. പിന്നെ ഇടയ്ക്ക് ഫുഡൊക്കെ കഴിക്കേണ്ടിയിട്ട് ഞാൻ അങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അൽഫാമും ബീഫ് ബിരിയാണിയൊക്കെ ആയിരുന്നു ഏട്ടൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പൊറോട്ടയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ചു. ഇനി തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.